ഹായ് മക്കളെ, നമസ്കാരം. ഹോപ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. അവിടെ പരീക്ഷകളൊക്കെ ഞാൻ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കുറച്ച് മാത്സ് ആൻഡ് മെന്റലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്താലോ? മുൻകാല പരീക്ഷകൾക്ക് നടന്നിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു പലചരക്ക് കടയിൽ ഒരു റൊട്ടിയുടെ വില 25% വർദ്ധിക്കുന്നു. തുടർന്ന് പുതിയ വില 25% കുറയ്ക്കുന്നു. യഥാർത്ഥ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രെഡിൻ്റെ അവസാന വില എത്രയാണ്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഒരു റൊട്ടിയുടെ വില ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 25% അങ്ങ് വർദ്ധിപ്പിക്കും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? 25% അതിൻ്റെ വില അങ്ങ് കുറയ്ക്കും. എങ്കിൽ ആ റൊട്ടിയുടെ പുതിയ വില എന്ന് പറയുന്നത് ആദ്യ വിലയുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത്? കൂടുവാണോ അത് കുറയുവാണോ? വില വ്യത്യാസമൊന്നും ഇല്ല, നിർവചിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൊട്ടിക്ക് ആദ്യമുള്ള വില എന്ന് പറഞ്ഞാൽ നമ്മൾ 100% കൊടുക്കണം. ആദ്യമുള്ള എപ്പോഴും 100% ആയിരിക്കും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണോ? ഒരു 25% നമ്മൾ അങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പോൾ ആദ്യമുള്ള വില 100% ആണല്ലോ. അപ്പോൾ 25% വർദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 125% എന്ന് കൊടുക്കുക. ആദ്യത്തത് 25 വർദ്ധിപ്പിച്ചോ, 125%. പിന്നീട് എന്ത് ചെയ്തു? 25% കുറച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ 100% വില, അത് 25% കുറച്ചാൽ അത് എത്രയായി? 75%. 75%. ഓക്കെ ആണല്ലോ. അപ്പോൾ 100 ബേസ് ആയിട്ട് എടുക്കണം. 25 വർദ്ധിച്ചപ്പോൾ 125, കുറച്ചപ്പോൾ 75. 100 നിന്ന് 25 കുറച്ചപ്പോൾ 75. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ 125 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ താഴെ ഡിവൈഡഡ് ബൈ ഒരു 100 കാണും. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഉദാഹരണം കിട്ടുന്ന ഒരു 115% എന്നാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് 115 ബൈ 100 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതേപോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ താഴെ ഒരു 100 ഉണ്ടായിരിക്കും. ഈ 100നെ നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് ഒരു ഇൻറ്റു 100 അങ്ങ് കൊടുക്കുക. എപ്പോഴും ഇത് ചെയ്യുമ്പോൾ അവസാനം ഒരു 100 ഇൻറ്റു 100 നമ്മളങ്ങ് കൊടുത്തിട്ടേക്കണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ഒരു 100 അങ്ങ് ഒഴിവാക്കി കിട്ടും. ഓക്കെ, ഇന്ന് എന്ത് ചെയ്യാം? ഈ 100ഉം ഈ 100 നമുക്ക് അങ്ങ് വെട്ടാം. വെട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ വെച്ച് വെട്ടാം? 25 വെച്ച് വെട്ടാം. 75 ഗുണം 5 നോക്കുക. 75 ഗുണം 2 ആകുമ്പോൾ 150, 4 ആകുമ്പോൾ 300, 5 ആകുമ്പോൾ 375. ഓക്കെ ആണല്ലോ. 375 ഡിവൈഡഡ് ബൈ 4 എന്ന് കൊടുക്കുക. 375 ഡിവൈഡഡ് ബൈ 4. 375 നമുക്ക് 4 വെച്ച് ഒന്ന് ഹരിക്കാം. 9 4 36, 28 ഇഷ്ടം 2 4 20 എന്ന് വെച്ചാൽ 93.75%. ഇത് ഞാൻ ഈ 100 കൊടുത്തില്ലായിരുന്നെങ്കിൽ കിട്ടുന്നത് 93.75 ഡിവൈഡഡ് ബൈ 100 എന്നുള്ള ഉത്തരവായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഈ 100നെ ഒഴിവാക്കാനാണ് നമ്മളൊരു ഇൻറ്റു 100 കൊടുത്തിട്ട് ഈ 100 നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്നത് ഇത്രയും ശതമാനം എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഈ കച്ചവടം കഴിഞ്ഞപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആ റൊട്ടിയുടെ വില 100% ആയിരുന്നു. ഇതേപോലെ 25% വില വർദ്ധിപ്പിച്ചു. പിന്നീട് അതിന്റെ 25% വില കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ റൊട്ടിക്ക് ഇപ്പോൾ 93.75% മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ. ആദ്യമുള്ളത് എത്ര ശതമാനം? 100% ആയിരുന്നു. അത് 93.75% ആയെന്ന് പറഞ്ഞാൽ ആദ്യ വിലയിൽ നിന്നും ശതമാനം ഇത് കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ വിലയെക്കാട്ടിൽ കുറവായിരിക്കും പുതിയ വില എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഒന്നിൽ താഴെയുള്ള ഒരു ഭിന്നസംഖ്യയെ, ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യയോട് നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് യഥാർത്ഥ ഭിന്നസംഖ്യയെക്കാട്ടിൽ വലുതാണോ, ചെറുതാണോ, തുല്യമാണോ, നിർവചിക്കാൻ പറ്റത്തില്ല, അങ്ങനെ വല്ലതും ആണോ, അല്ലെങ്കിൽ സംഖ്യ ബേസ് ചെയ്താണോ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നുമില്ല. ഒന്നിൽ താഴെയുള്ള ഒരു ഭിന്നസംഖ്യ, ഒന്നിൽ താഴെയുള്ള പോസിറ്റീവ് ഭിന്നസംഖ്യ 1/2 എന്ന് വേണം എടുക്കാം, അല്ലെ 1/3 എന്ന് എടുക്കാം, അല്ലെ 1/4 എന്ന് എടുക്കാം, 1/5, 1/6 എന്തായാലും ഒന്നിൽ താഴെ വരുന്ന ഒരെണ്ണം. ഇതാണ് നമ്മുടെ മെയിൻ സംഖ്യ എന്ന് വിചാരിച്ചു. ഇതിനെ മറ്റൊരു ഭിന്നസംഖ്യ, മറ്റൊരു ഒന്നിൽ താഴെയുള്ള പോസിറ്റീവ് ഭിന്നസംഖ്യ വെച്ചാൽ ഒരു 1/3 എടുക്കാം. 1/3 എടുക്കാം, അല്ലെങ്കിൽ 1/4 ഇഷ്ടമുള്ള എടുക്കാം. ഇത് തമ്മിലൊന്ന് ഗുണിക്കും. അപ്പം എന്നിട്ട് 1 × 1 എത്ര? 1. 2 × 3 എത്ര? 6. ഇപ്പം എന്തുവാ? ഈ 1/6 എന്നായിരിക്കും കിട്ടുന്നത്. ഈ 1/6 എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭിന്നസംഖ്യകൾ 1/2 എന്ന് എടുത്തില്ലേ, അതിനെക്കാട്ടി ചെറുതാണ് 1/6 എന്ന് പറയാം. ശരിയാണോന്ന് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു കഷ്ണം അലുവ, ഓക്കെ, ഒരു കഷ്ണം അലുവായെ ഞാൻ 2 തുല്യഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ഇത് 2ൽ 1, ഇതാണ് പകുതി, ഇതാണ് പകുതി. ഓക്കെ ആണല്ലോ. 1 കിലോ അലുവ 2 തുല്യഭാഗങ്ങൾ വെച്ചാൽ ഇപ്പം ഉണ്ട്, ഇത് രണ്ടും പകുതിയാണ്. പകരം കണ്ടേ, ഞാൻ അതൊരു 6 ഭാഗിച്ചു. ഈ 1 കിലോ അലുവയെ 6 ഭാഗിച്ചാൽ 1 2 3 4 5 6 ഉണ്ട്. 1 2 3 4 5 6 6 തുല്യ ഭാഗം. ഇതാണ് 6ൽ 1, ഇത് 6ൽ 1. ഓക്കെ, 6ൽ 1. അപ്പോൾ
ഈ കഷ്ണം കിട്ടുന്നവനാണോ കൂടുതൽ കിട്ടുന്നത്, ഈ കഷ്ണം കിട്ടുന്ന കൂടുതൽ കിട്ടുന്നത്, ഇത് തന്നെയല്ലേ കൂടുതൽ. ഇപ്പോൾ 1/2 ആണ് വലുത് എന്നതിനെക്കാട്ടിൽ 1/6 1/6 എന്ന് ഇതേ ഉള്ളൂ. ഈ 1/6 വലുതാണ് 1/2 എന്ന്. അപ്പോൾ എന്താ, ഈ 1/6 1/2 ചെറുതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റൊരു സംഖ്യ ഒക്കെ, ഈ 1/2 വരെ ഞാൻ 1/3 കൊടുത്തു, ഒരു 1/4. 1/3 ആണ് നമ്മുടെ മെയിൻ സംഖ്യ. അതിനെ ഒന്നിൽ താഴെയുള്ള ഭിന്നസംഖ്യയാണ് 1/3. അതിനെ മറ്റെന്തോ ഒന്നിൽ താഴെയുള്ള മറ്റൊരു ഭിന്നസംഖ്യയായ 1/4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തുണ്ട്, ഒരു 1 ഓക്കെ 3 4 12 1/12 എന്ന് കിട്ടും. ഈ നമ്മുടെ മെയിൻ ഭിന്നസംഖ്യ 1/3 എന്ന് എടുത്താൽ ഈ 1/3 ചെറുതാണ് 1/12 എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, മെയിൻ ഭിന്നസംഖ്യക്കാട്ടിൽ എപ്പോഴും ചെറുതായിരിക്കും നമ്മൾ ആ മറ്റൊരു പോസിറ്റീവ് ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ ഒരു കിലോ അലുവായ 3 കഷ്ണങ്ങളായിട്ട് ഭാഗിച്ചാൽ അതിൽ ഒരു കഷ്ണം കിട്ടുന്നതും 1 കിലോ അലുവായ 12 തുല്യഭാഗങ്ങളുടെ ഭാഗിച്ചാൽ അതിൽ ഒരു കഷ്ണം കിട്ടുന്നതും ആർക്കാ കൂടുതൽ കിട്ടുന്നത് വെച്ചാൽ ഈ 3 ഒരെണ്ണം കിട്ടുന്നവനായിരിക്കും കൂടുതൽ കിട്ടുന്നത്, 12 ഒരെണ്ണം കിട്ടുന്നതും ചെറുതായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ പ്രകാരം ഒരു പോസിറ്റീവ് ഭിന്നസംഖ്യയെ മറ്റൊരു പോസിറ്റീവ് ഭിന്നസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് യഥാർത്ഥ ഭിന്നസംഖ്യയെക്കാട്ടിലും ചെറുതായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു കമ്പനി ആണെങ്കിലേ ആദ്യം ഒരു 120 രൂപ വരെയുള്ള ഒരു സാധനത്തിന് ആദ്യം ഒരു 15% കിഴിവ് മീൻസ് ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. പിന്നീട് രണ്ടാമത് ഒരു 10% ഡിസ്കൗണ്ട് അനുവദിക്കുന്നു. എങ്കിൽ പുതിയ വില എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 120 രൂപ എന്ന് പറയുന്നത് അതിനകത്ത് എഴുതി ഒട്ടിച്ചേക്കുന്ന പരസ്യ വില, മാർക്കറ്റ് പ്രൈസാണ്. മനസ്സിലായല്ലോ. ഈ 120 രൂപ വിലയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ സാധനം വിൽക്കാനും വേണ്ടി അതിനകത്ത് എഴുതി ഒട്ടിച്ചേക്കുന്നത്. എന്നിട്ട് പറയുന്നു ഒരു 15% ഡിസ്കൗണ്ട് തരാം എന്ന് ആദ്യം പറയുമോ. അപ്പോൾ ഞാൻ ചെന്ന് ഈ സാധനത്തിൻ്റെ വില എത്ര, അത് 120 രൂപ, അതിന് 15% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും 15% ഡിസ്കൗണ്ട്, അപ്പോൾ എനിക്ക് ആ പൈസയ്ക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും സാറേ, ഒരു 10% അങ്ങ് തന്നേക്കാന്ന് പറയും. മനസ്സിലായോ. എങ്കിൽ പുതിയ വില എത്ര രൂപയ്ക്ക് എനിക്ക് അത് കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് കാര്യമൊന്നുമില്ല, സിമ്പിൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, സാധനത്തിൻ്റെ വില എത്ര, 120 രൂപ. 120 രൂപ വിലയുള്ള ഈ സാധനത്തിന് ആദ്യം 15% ഡിസ്കൗണ്ട്. അപ്പോൾ ആദ്യം ഉള്ളത് 100%, 15% ഡിസ്കൗണ്ട് അനുവദിച്ചു എന്ന് വെച്ചാൽ അത് 85%. അപ്പോൾ അത് അയാൾ ആദ്യം തരുന്നത് 85%. ഈ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞത് 120ന്റെ 85% എനിക്ക് തരാം. 100%മാണ് അതിന്റെ വില, അത് 85% തരാം. ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല. സാറേ പറയാം, സാറേ എന്നാൽ വീണ്ടും ഒരു 10% തരാം. അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ 10% ഡിസ്കൗണ്ട് വെച്ചാൽ എപ്പോഴും 100ൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. 15% ഡിസ്കൗണ്ട് ഇപ്പോൾ 100ൽ നിന്ന് 15 കുറച്ച് 85 ആയി. ഓക്കെ, വീണ്ടും എനിക്ക് എന്ത് വരുന്നു, ഒരു 10% തരണം. അപ്പോൾ എന്താ, 100ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 90%. ഈ വിലയ്ക്ക് അവർ എനിക്ക് വരും. മനസ്സിലായല്ലോ. 120 രൂപ വിലയുള്ള സാധനം ആദ്യം 15% ഡിസ്കൗണ്ട് വെച്ചാൽ 85%, പിന്നെ ഒരു 10% ഡിസ്കൗണ്ട് വെച്ചാൽ 90%. കാര്യം എന്താ, 100ൽ നിന്ന് 15 കുറച്ചു, 100ൽ നിന്ന് 10 കുറച്ചു. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവായിരിക്കും അതിന്റെ പുതിയ വില എന്ന് പറയുന്നത്. ഓക്കെ, ഈ 0 നമുക്ക് ഈ 0 വെട്ടാം, ഈ 0 ഈ 0 വെട്ടാം. 0 വെട്ടെല്ലാം കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ വെട്ടാൻ പറ്റുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും നോക്കട്ടെ, ഈ ഇവിടെ ഗുണിക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ 4 വെച്ച് വെട്ടിയാലും അതിനെക്കാട്ടി അല്ലത് 12 ഗുണം 9 അല്ലയോ, 90 18 108 85 ഗുണിക്കാം. ഓക്കെ, 108 80 8 5 40 0 4 4 5 8 8 64 4 6 6 8. ഓക്കെ, ഇവിടെ 0 8 5 6 11 1 ശിഷ്ടം 1 8 1 9. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 91 80 കിട്ടും. 91 80 ഇത്രയും കിട്ടി. നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗുണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണേൽ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ 5 വെച്ച് ഇതിനെയും വെട്ടാം, 5 വെച്ച് വെട്ടാൻ പറ്റും. മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതായിട്ട് ഇവിടെ ഇങ്ങനെ വെട്ടി ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടി ഇച്ചിരി ബെറ്റർ എന്ന് വെച്ചാൽ ഒരു സംഖ്യയെ 10 വെച്ച് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 10 വെച്ച് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. 100 വെച്ച് ഹരിക്കുക എന്ന് വെച്ചാൽ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതാ ഗുണിച്ചു, എന്നിട്ട് ഇതിനെ എനിക്ക് 100 വെച്ച് ഹരിക്കണം. ഡിവൈഡഡ് ബൈ 100 അല്ലേ ഉള്ളൂ, 100 വെച്ച് ഹരിക്കുക. അപ്പോൾ ഈ 0 ക്യാൻസൽ ആയിപ്പോയി. ഒരു സംഖ്യ 100 വെച്ച് ഹരിക്കുക, ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ആൻസർ 91.8 എന്ന് കിട്ടും. പുതിയ വില എന്ന് വെച്ചാൽ 91 രൂപ 80 പൈസ എന്ന് കിട്ടും. 91 രൂപ 80 പൈസ. അപ്പോൾ നമ്മൾ ഇത് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം 100 വെച്ച് ഹരിക്കാൻ എളുപ്പമാണ്. 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ അതുകൊണ്ട് നമ്മൾ 12 85 9 ഗുണിക്കുമ്പോൾ 9180 ഇട്ട് ഡിവൈഡഡ് ബൈ 100 0 അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. 0 ക്യാൻസൽ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ 10 വെച്ച് ഹരിച്ചാൽ 10 വെച്ച് ഹരിക്കും, ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ആ സാധനം 120 രൂപയ്ക്ക് എനിക്ക് ആദ്യം തരാമെന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഞാൻ അത് വാങ്ങിച്ചേക്കുന്നത് 91 രൂപ 80 പൈസയ്ക്കാണ് അത് വാങ്ങിച്ചേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എപ്പോഴും PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന
മോഡലിൽ പെട്ടൊന്നാണ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ഒരു കാർ ഒരു നിശ്ചിത ദൂരം മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതേ ദൂരം മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണ് എങ്കിൽ എടുക്കുന്ന സമയം 1 മണിക്കൂർ കുറവായിരിക്കും. സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു കാറ് 60 km/h വേഗതയിൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര ആണോ അതിനെക്കാട്ടിൽ 1 മണിക്കൂർ കുറവ് മതി ആ കാറ് 80 km/h വേഗതയിൽ സഞ്ചരിക്കാൻ എടുക്കുന്നത്. മനസ്സിലായോ? എങ്കിൽ അവർ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പമാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ ടൈം ഇൻറ്റു സ്പീഡാണ്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കാം. നമ്മൾ ഈ കാറ് ആദ്യം സഞ്ചരിച്ച ദൂരം ഞാൻ എക്സ് എന്ന് എടുക്കുക. ആദ്യം സഞ്ചരിച്ച ദൂരം ദൂരമല്ല, ടൈം ആദ്യത്തെ സമയം ഞാൻ എക്സ് എന്ന് എടുക്കുക. ആദ്യത്തെ സമയം എക്സ് ആണ്. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ സ്പീഡ് പറയുന്നുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 60 km/h എന്ന് പറയുന്നു. 60 km. ഓക്കെ, അപ്പോൾ ടൈം ഇൻറ്റു സ്പീഡാണല്ലോ. ടൈം ഇൻറ്റു സ്പീഡ് എന്ന് പറയുന്നതാണല്ലോ ഡിസ്റ്റൻസ്. ടൈം ഇൻറ്റു സ്പീഡാണ് ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ടൈം സ്പീഡോട് ഗുണിക്കാൻ പോവാം. ടൈം എന്ന് പറയുന്ന എക്സ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ എന്താ? 60 × x. ഇതാണ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ദൂരമാണ് ഈ കാർ സഞ്ചരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാ. നമ്മൾ എന്താ? ടൈമിനെ സ്പീഡ് കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ടൈം എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് എടുത്തു, സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h എന്ന്. അപ്പൊ ഇത് ടൈം ഇൻറ്റു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഈ കാറിന്റെ വേഗത 80-ൽ പോകുമ്പോൾ ഈ 80-ൽ പോകുന്ന സമയത്ത് ഇതിനെ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഇത്രയും ദൂരം തന്നെ സഞ്ചരിക്കാൻ 1 മണിക്കൂർ കുറവ് മതി. 1 മണിക്കൂർ കുറവ്. അപ്പൊ ആദ്യം പോയ സമയം എത്ര? എക്സ് ആണ്. ഈ എക്സിൽ നിന്നും 1 മണിക്കൂറോടെ കുറവ് മതി. x-1 മതി. മനസ്സിലായല്ലോ? അപ്പൊ ഇതും ഡിസ്റ്റൻസാ. ഇതെന്താണ്? ഇത് സ്പീഡാണ്, രണ്ടാമത്തെ സ്പീഡാണ്. ഇത് രണ്ടാമത്തെ ടൈമാണ്. സ്പീഡ് 1. അപ്പൊ ഇത് നമുക്ക് എന്താ ഇത് T1 S1, ഇത് T1 S1, അടുത്തത് T2 എന്ന് പറഞ്ഞത് x-1 എന്നും S2 എന്ന് പറയുന്നത് 80 എന്നും എടുക്കാം. അപ്പൊ എന്തോ? ആദ്യം പോകുന്ന വേഗത ആദ്യം പോകുന്ന സമയം, രണ്ടാമത് പോകുന്ന വേഗത രണ്ടാമത്തെ സമയം. പക്ഷേ ഇത് രണ്ടും ഒരു ദൂരം തന്നെ സഞ്ചരിക്കുന്നത്. അപ്പൊ എന്താ? ഇതും ഡിസ്റ്റൻസാ, ഇത് ഡിസ്റ്റൻസാ. ഇത് ഒരേ ദൂരം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരു ദൂരമാണ്. നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ ടു കൊടുക്കാം. രണ്ട് ഈക്വൽ ടു കൊടുക്കാം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ്? ഇതും ദൂരവാ, ഇത് ദൂരവാ. പക്ഷേ ഇതിനകത്ത് എന്താ? 80 പോകുമ്പോൾ 1 മണിക്കൂർ കുറവ് മതി, 60 പോകുമ്പോൾ 1 മണിക്കൂർ കൂടുതൽ വേണം. അത്രേ ഉള്ളൂ. മനസ്സിലായി? അല്ലെങ്കിൽ സാധാ പോകുന്ന സമയം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഗുണിക്കുക. 60 × x, 60x ഈക്വൽ ടു, ഈ ബ്രാക്കറ്റ് പൊളിക്കണമെങ്കിൽ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന 80 അകത്തേറ്റ് ഓരോ നമ്പറിനെയും ഗുണിക്കണം. അപ്പൊ നോക്കണം, 80 × x 80x മൈനസ് 1 × 80 80 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി എക്സ് എല്ലാവരും സൈഡിലാക്കാം, എക്സ് ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം. ഈ -80 സമത്തിനപ്പുറം വരുമ്പോൾ +80. ഈ 80x ഈ +60x സമത്തിനപ്പുറം പോകുമ്പോൾ -60, +60x സമത്തിനപ്പുറം പോകുമ്പോൾ -60x. ഓക്കെ, 80. ഓക്കെ, 80xൽ നിന്ന് 60x കുറച്ചാൽ 20x എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 20xന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 80. നമുക്ക് 20x അല്ല വേണ്ടത്, x ആണ് വേണ്ടത്. എക്സ് കണ്ടുപിടിക്കുന്ന കാര്യം ആദ്യം പോകുന്ന സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ടൈം x ആണ്. ഓക്കെ, അപ്പൊ x കണ്ടുപിടിക്കാൻ x = ഈ 80നെ നമുക്ക് എന്ത് ചെയ്യാം? 20 ഗുണിച്ചേക്കോ, ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം, /20. ഈ 0 വെട്ട 4. അപ്പോൾ കാർ ആദ്യം പോകുന്നത് 4 മണിക്കൂറാണ്. ഈ 4 മണിക്കൂർ കൊണ്ട് 60 km/h വേഗതയിൽ സഞ്ചരിക്കും. ഇനി എന്താ? 3 മണിക്കൂർ കൊണ്ട് അത് 80 km/h വേഗതയിൽ സഞ്ചരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ചെയ്യുന്നു, ഇതിനകത്തോ അല്ലെ ഇതിനകത്തോ എക്സിന്റെ വില ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യത്തിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സഞ്ചരിക്കുന്ന ദൂരം സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 ഇൻറ്റു എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്ര? 4 6 4 24 240 കിലോമീറ്റർ ആണ് അകലേക്കാണ് സഞ്ചരിച്ചത്. എത്ര ദൂരേക്കാണ്? 240 കിലോമീറ്റർ അകലേക്ക്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ വേണമെന്ന് കൊടുത്തു നോക്കാം. 80 ഇൻറ്റു x-1 എന്ന് വെച്ചാൽ, x എന്ന് വെച്ചാൽ 4, 4 - 1 എന്ന് വെച്ചാൽ 3 അല്ലയോ? 324, അത് 240. സഞ്ചരിച്ച രണ്ട് ദൂരം തുല്യമാണെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ? ഒന്നെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. രണ്ടായാലും അവർ രണ്ടുപേരും സഞ്ചരിച്ച ഒരേ ദൂരമായിട്ട് 240 തന്നെ ആയിരിക്കും രണ്ടിടത്തും വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ 60 km/h വേഗതയിലാണ് ആ വാഹനം സഞ്ചരിക്കുന്നത്.
ഓക്കെ, അത് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം നമുക്കറിയത്തില്ല, അതിന് നമ്മൾ എക്സ് ഒന്ന് കൊടുത്തു. ഇനി അതേ 60 പകരം അത് 80 ആക്കി സ്പീഡ് കൂട്ടിയാൽ ഇപ്പോൾ എടുക്കുന്നതിനെക്കാട്ട് 1 മണിക്കൂർ കുറവത്. ഇപ്പോൾ എക്സിൽ പോയാൽ അതിനെക്കാട്ട് ഒന്നുകൂടെ കുറവത് x-1 മതി. പക്ഷേ രണ്ടും സഞ്ചരിക്കുന്ന ഒരു ദൂരം. ഇപ്പോൾ ഉദാഹരണം ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ പോകാൻ അങ്ങോട്ട് 60 പോയി, അതിൽ 4 മണിക്കൂർ എടുത്തു. തിരിച്ചയാൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് അയാൾ തിരിച്ച് 80ലാണ് വന്നത്. അപ്പോൾ അങ്ങോട്ട് 4 മണിക്കൂർ എടുത്തെങ്കിൽ തിരിച്ചു വന്നപ്പോൾ അയാൾ 1 മണിക്കൂർ കുറവെടുത്ത് 3 മണിക്കൂർ എടുത്ത്. അപ്പോൾ ഇവിടുന്ന് ആലപ്പുഴ വരെയുള്ള ദൂരം, ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെയുള്ള ദൂരവും എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെയുള്ള ദൂരവും തുല്യമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ രണ്ട് ദൂരങ്ങൾ അവിടെ എന്താണ് തുല്യമായത് കൊണ്ടാണ് നമ്മൾ ഈക്വൽ ടു കൊടുത്തേക്കുന്നത്. രണ്ട് സഞ്ചരിച്ച ഒരു ദൂരം. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഈക്വേഷൻ ഇട്ട് കൊടുത്താൽ ആൻസർ. അപ്പോൾ 2 ചെയ്താലും ഒരു ആൻസർ തന്നെ കിട്ടുന്നത്. അവിടെ ഞാൻ കാണിച്ചത് 2 ചെയ്ത് കാണിച്ചത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ജ്യാമിതീയ പുരോഗതിയിൽ 5ാം പദം ആദ്യ പദത്തിന്റെ 16 മടങ്ങാണ്. ആദ്യ പദം 2 ആണെങ്കിൽ 7ാം പദം കണ്ടെത്തുക. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു ജ്യാമിതീയ പുരോഗതിയിൽ 5ാം പദം ആദ്യ പദത്തിന്റെ 16 മടങ്ങാണ്. ആദ്യ പദം 2 ആണെങ്കിൽ 7ാം പദം എത്ര? ഇവിടെ ജ്യാമിതീയ പുരോഗതി എന്ന് വെച്ചാൽ ജോമെട്രി പ്രോഗ്രഷൻ അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ജോമെട്രി, ജ്യാമിതി എന്ന് വെച്ചാൽ ജോമെട്രി. മനസ്സിലായല്ലോ? പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രഷൻ ഉണ്ടാവുന്നില്ല, എന്ന് വെച്ചാൽ പുരോഗതി ഉണ്ടാവും. അതൊക്കെ തന്നെ അത് കൊടുത്തത്. ജോമെട്രി പ്രോഗ്രഷൻ എന്നുള്ളത് കറക്റ്റ് മലയാളത്തിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് ചെയ്തപ്പോൾ ആണ് ജോമെട്രി അവരെടുത്ത് പ്രോഗ്രഷൻ ഉണ്ടാവുമെന്ന് വെച്ചാൽ പുരോഗതി ഉണ്ടാവുമെന്നില്ലേ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് ഒരു ജ്യാമിതീയ പുരോഗതി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജോമെട്രി പ്രോഗ്രഷൻ സമഗുണിത ശ്രേണി എന്നാണ് മലയാളം. കറക്റ്റ് സമഗുണിത ശ്രേണി എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് അങ്ങനെ പല കാണിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കിയോ, അപ്പോൾ നമ്മൾ ജോമെട്രി പ്രോഗ്രഷനാണ്. ഒരു ജോമെട്രി പ്രോഗ്രഷൻ്റെ എന്താണ് പറയുന്നത്? 5ാം പദം ആദ്യ പദത്തിന്റെ 16 മടങ്ങാണ്. അപ്പോൾ ഒരു ജോമെട്രി പ്രോഗ്രഷന്റെ n-ാം പദം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തോന്നറിയോ? ഒരു ജോമെട്രി പ്രോഗ്രഷൻ n-ാം പദം അല്ലെങ്കിൽ tn കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ar⁻n−1 ar⁻n−1. മനസ്സിലായല്ലോ? ഇപ്പോൾ a എന്ന് പറഞ്ഞാൽ ആദ്യ പദം, r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ. മനസ്സിലായോ? പൊതുഗുണിതം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നമ്മൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചെയ്തില്ലയോ? അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എന്ന് പറയത്തില്ലേ? പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയത്തില്ലയോ? ഡി എന്ന ലെറ്റർ. അവിടെ ഒരു ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ശ്രേണിയെ നമ്മൾ വിളിക്കുന്നതാണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് കൂട്ടിപ്പോകുന്ന സംഖ്യ നമ്മൾ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഈ സമഗുണിത ശ്രേണിയുടെ പ്രത്യേകത ഒരു പദത്തിൽ നിന്ന് ഒരേ പദം തന്നെ ഗുണിച്ചു പോകുന്ന ശ്രേണിയെ നമ്മൾ വിളിക്കുന്നവരാണ് സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജോമെട്രി പ്രോഗ്രഷൻ എന്നാണ് പറയുന്നത്. അതിനെ GP എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്താണ്? അപ്പൊ ഇവിടെ എന്താ, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ ഗുണിച്ചാണ് പോകുന്നത്. ഓക്കെ, അതാണ് പിന്നെ സമഗുണിത ശ്രേണി. ഇനി എന്താ, ഇപ്പം നമുക്ക് ഇവിടെ ഉദാഹരണം നമുക്ക് 5ാം പദം കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. 5ാം പദം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ n-ന് 5 എന്ന വില കൊടുത്താൽ ar⁻n-ന് 5 എന്ന് കൊടുത്താൽ 5-1 ar⁻5-1 4 ar⁻4 എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ 5ാം പദമാണ്. കാര്യം ഇവിടെ 5 എന്ന് വില കൊടുക്കുമ്പോൾ 5 1 കുറയും, അപ്പോൾ 4 കിട്ടും. ar⁻4 എന്ന് പറയുന്നതാണ് 5ാം പദം. നമുക്ക് 10ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ ar⁻9 ആയിരിക്കും അത് 10ാം പദം. ar⁻9 എന്ന് പറഞ്ഞതാണ് 10ാം പദം. ആദ്യ പദത്തിൻ്റെ പൊതുഗുണിത 9 പ്രാവശ്യം ഗുണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? അതാണ്. അപ്പോൾ നമുക്ക് 25ാം പദം കണ്ടുപിടിക്കണം. 25ാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? ar⁻24 ആയിരിക്കും. ഓക്കെ, ഇതിനെക്കാട്ടി ഒന്ന് കുറവായിരിക്കും. അതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിലേക്ക് കാര്യം പോവാം. ഇതെന്തോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് അവരൊരു കാര്യം പറയുന്നുണ്ട്. ഇതിൻ്റെ ആദ്യ പദം 2 ആണ്. അതേപോലെ തന്നെ 5ാം പദം ആദ്യ പദത്തിൻ്റെ 16. അപ്പോൾ a പറയുന്നുണ്ട്, a എന്ന് പറയുന്നത് 2 ആണ്. ഇനി 5ാം പദം കണ്ടുപിടിക്കാൻ പോവാം. 5ാം പദം, ഈ 5ാം പദം എന്ന് പറഞ്ഞാൽ ആദ്യ പദത്തിന്റെ 16 മടങ്ങാണ്. 5ാം പദം ആദ്യ പദം എത്ര? 2 ആണെന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. അതിന്റെ 16 മടങ്ങ്. അതിന്റെ 16 മടങ്ങ് എന്ന് വെച്ചാൽ എത്ര? 32 എന്ന് കിട്ടി. 32. ഇനി നമുക്ക് നോക്കാം ഈ 5ാം പദം എങ്ങനെ കണ്ടുപിടിക്കുന്നത്. 5ാം പദം കണ്ടുപിടിക്കാൻ ശേഷം 5ാം പദം എന്ന് പറഞ്ഞാൽ ar⁻n-1ന് n-ന് നമ്മൾ എത്ര കൊടുക്കുക? 5 എന്നുള്ള വില കൊടുക്കുക. n-ന്റെ വാല്യൂ എത്ര കൊടുക്കുക? 5. അപ്പം 5-1 എന്ന് വെച്ചാൽ ar⁻4. ar⁻4 എന്ന് പറയുന്നത്
അഞ്ചാമത്തെ പദം. AR4 എന്ന് പറയുന്നത് എത്രാമത്തെ പദം? അഞ്ചാം പദം വെച്ചാൽ AR4. ഓക്കെ ആണല്ലോ. അപ്പോൾ അതേപോലെ അഞ്ചാം പദം നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആദ്യ പദത്തിന്റെ 16 മടങ്ങ് എന്ന് വെച്ചാൽ 32. അപ്പോൾ ഇത് നമുക്ക് ഓക്കെ ആയി. അഞ്ചാം പദം 32 ആണെന്നും കിട്ടി. അഞ്ചാം പദം കണ്ടുപിടിക്കലിക്ക് AR4 ആണെന്നും പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ അഞ്ചാം പദം എന്ന് പറയുന്നതാണ് AR4 ആണ്. അഞ്ചാം പദം എന്ന് പറയുന്നത് എന്താണ്? AR4. അത് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്ര? 32 എന്ന് തന്നിട്ടുണ്ട്. 32. ഓക്കെ ആണല്ലോ. 16ന്റെ 2 മടങ്ങ് 32. ഇനി എയുടെ വില ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എയുടെ വില എത്ര? 2. അപ്പോൾ എ മാറ്റിയിട്ട് ഞാൻ 2 കൊടുക്കുക. 2 into R4 is equal to 32. ഓക്കെ, അപ്പോൾ ഈ 2 എന്ത് ചെയ്തേക്കുക? ഇവിടെ ഗുണിച്ചേക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. അപ്പോൾ R4 is equal to 32/2. 32/2 എന്ന് വെച്ചാൽ എത്ര ഇട്ടോ? 16 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇനി ഫൈനൽ ആൻസറിലേക്ക് പോവാം. R4 എന്ന് പറയുന്നത് ഇങ്ങോട്ട് ചെയ്യാം. R4 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. R4 എന്ന് പറഞ്ഞാൽ 16. നമുക്ക് R4 അല്ല വേണ്ട, 6 വേണം. ഇവിടെ എത്ര വീതമാണ് ഗുണിച്ചു പോകുന്നത് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കോമൺ റേഷ്യോ 6 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 6 കണ്ടുപിടിക്കണമെങ്കിൽ 4 അങ്ങ് മാറ്റിയാൽ മതി. 4. ഈ 4 എങ്ങനെ മാറ്റുന്നത്? സമത്തിന്റെ ഇപ്പുറ സംഖ്യയുടെ 4 മാറ്റണമെങ്കിൽ സമത്തിന് അപ്പുറ സംഖ്യയുടെ 4th റൂട്ട് എടുക്കണം. സ്ക്വയർ മാറ്റണമെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കണം. ക്യൂബ് മാറ്റണമെങ്കിൽ ക്യൂബ് റൂട്ട് എടുക്കണം. അപ്പോൾ ഇതിന് 4 മാറ്റണമെങ്കിൽ ഇപ്പുറ സംഖ്യയുടെ 4th റൂട്ട് എടുക്കണം. അപ്പോൾ R is equal to 4th root of 16. 16ന്റെ 4th റൂട്ട് എന്ന് വെച്ചാൽ 2. കാര്യം 2നെ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കുന്ന? 2നെ 4 പ്രാവശ്യം എഴുതി ഗുണിക്കുന്ന 16. അപ്പോൾ 16 2 വെച്ചിരിക്കുമ്പോൾ 8, വീണ്ടും 2 വെച്ചിരിക്കുമ്പോൾ 4, വീണ്ടും 2 വെച്ചിരിക്കുമ്പോൾ 2 ഉണ്ട്. 1 2 3 4. 2 4 പ്രാവശ്യം എഴുതുന്നതാണ് 16. 2 into 2 into 2 into 2 എന്ന് പറയുന്നതാണ് 16 എന്ന് പറയുന്നത്. അപ്പോൾ 2നെ 4 പ്രാവശ്യം നമ്മൾ എഴുതി ഗുണിക്കും. അപ്പോൾ ഈ 4 2ൽ നിന്ന് ഒരു 2 എടുക്കുന്നതാണ് അതിൻ്റെ 4th റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 2ൽ നിന്ന് ഒരു 2. ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് 16ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 16ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 16ന്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 4. ഇതെങ്ങനെ കിട്ടുന്നത്? എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം 2. ഈ 2 പ്രാവശ്യം 2. 2 എണ്ണത്തിൽ നിന്ന് ഒരു 2 എടുക്കും. വീണ്ടും 2 ഒരു എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കും. അപ്പോൾ 2 into 2 4. അപ്പോൾ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നത്. ക്യൂബ് റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നത്. 4th റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നത്. അപ്പോൾ എന്താ? സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2 2ൽ നിന്ന് ഒരെണ്ണം എടുത്ത് 2 2ൽ നിന്ന് വീണ്ടും ഒരെണ്ണം. അപ്പോൾ 2 into 2 4. ഇതാണ് 16ന്റെ സ്ക്വയർ റൂട്ട് 4 വരുന്നത്. ഇനി 4th റൂട്ട് ആകുമ്പോൾ എത്ര? 4 പ്രാവശ്യം 2 ഉണ്ട്. 1 2 3 4. 4 2ൽ നിന്ന് ഒരു 2 എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ? R is equal to 2. അപ്പോൾ വെച്ചാൽ ഇവിടെ എത്ര വീതം ഗുണിച്ചു പോകുന്നത്? 2 വീതം ഗുണിച്ചാണ് പോകുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഇതിന്റെ 7ാം പദം എത്രയാണെന്ന് ചോദിക്കുന്നത്. 7ാമത്തെ പദം എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്. വളരെ സിമ്പിളാ. 7ാം പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 7ാം പദം എന്ന് പറഞ്ഞാൽ AR എന്താണ്? N-1 അല്ലേ? N എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? N എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 - 1 6 എന്ന് കൊടുക്കുക. 7ാം പദം. ഞാൻ മനസ്സിലായോ? അതെ, നമ്മളിവിടെ 5ാം പദം എന്ന് എടുത്തേക്കുന്നത് എന്താ? A/4 ആണ്. 5ാം പദം വെച്ചാൽ A/4. അപ്പോൾ 6ാം പദം എന്ന് പറഞ്ഞാൽ A/5. 7ാം പദം വെച്ചാൽ AR എത്ര ആണ്? 6 എന്ന് കൊടുക്കണം. മനസ്സിലായല്ലോ? 8ാം പദം എന്ന് വെച്ചാൽ AR7 എന്ന് കൊടുക്കണം. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 7ാം പദം എന്ന് വെച്ചാൽ AR6 എന്ന് പറയും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് A ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. A എന്ന് പറയുന്നത് 2 ആണ്. A എന്ന് പറയുന്നത് 2 ആണ്. 2 into 6. 6ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 2/6 എന്ന് കൊടുത്താൽ 2/6. ഇനി 2നെ 6 പ്രാവശ്യം എഴുതി ഗുണിക്കുക. അതിൻ്റെ കൂടെ 2 കൊണ്ട് ഗുണിക്കുക. മനസ്സിലായല്ലോ? 2നെ 6 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ 30. 2 into 2 4. 4 × 2 8. 8 × 2 16. 16 × 2 32. 32 × 2 64. 64 × 2 128. 6 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ 128 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 into 128. 2 into 128 എന്ന് വെച്ചാൽ എത്ര? 254 എന്ന് കിട്ടും. 256. 256 ആണ് ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ. അല്ലെങ്കിൽ 2/7 എന്ന് നോക്കിയാൽ 2/7 ആണ്. എന്താ? 2/1 പ്ലസ് 2/6 എന്ന് 2/7. 2/7 2നെ 7 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 2 × 2 4. 8 16 32 64 128 256. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് ഗുണിക്കുമ്പോൾ 2/6 128 ഇട്ടു. 128 × 2 256. ഇതിന്റെ 7ാം പദം എന്ന് പറയുന്നത് 256 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ക്വസ്റ്റ്യൻ എന്ത് പറയുന്നത്? നിങ്ങൾ നോക്കിയേ. ഒരു സാധാരണ ഷഡ്ഭുജം 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ഷഡ്ഭുജം ഉൾപ്പെടുന്ന പ്രദേശം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു സാധാരണ ഷഡ്ഭുജം എന്ന് ഉദ്ദേശിക്കുന്നത് അറിയോ? റെഗുലർ എക്സഗൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ റെഗുലർ എക്സഗൺ എന്ന് വെച്ചാൽ സമബഹുഭുജം എന്നാണ്. എന്താണ്? ഒരു റെഗുലർ പോളിഗണെ പറയുന്നത് സമബഹുഭുജം എന്നാണ്. റെഗുലർ എക്സഗൺ ആകുമ്പോൾ സമഷഡ്ഭുജം എന്നാണ് പറയുന്നത്. സമഷഡ്ഭുജം.
സമഷഡ്ഭുജത്തിനെ ഇംഗ്ലീഷിൽ റെഗുലർ എക്സൺ എന്ന് പറയാം. ആ റെഗുലറിനെയാണ് അവർ സാധാരണ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ആലോചിച്ചോണം. ഒരു സാധാരണ ഷഡ്ഭുജം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് റെഗുലർ എക്സഗണെയാണ്. എന്ന് വെച്ചാൽ അതിന്റെ റെഗുലർ എക്സഗണിന്റെ പ്രത്യേകം എന്തുവാ? എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതിനാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. ഇവിടെ 6 വശം ഉള്ളതുകൊണ്ട് അതിന് എക്സഗൺ എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ഓക്കെ. 5 വശം ഉണ്ടെങ്കിൽ പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം എന്നൊക്കെ പറയും. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അത് ഏതിനകത്താണ്? ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്നു. ഒരു വൃത്തത്തിൽ എത്ര സെന്റിമീറ്റർ ആരമുള്ള? 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒരു വൃത്തത്തിനകത്തൊന്ന് വരച്ചു നോക്കാം. 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം ഞാൻ വരയ്ക്കണ്ടേ? 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം. ഓക്കെ. അപ്പൊ ഇതിന്റെ ആരം എന്ന് പറയുന്നത് വൃത്തകേന്ദ്ര ആരം 6 സെന്റിമീറ്റർ. ഇതിനകത്ത് നമ്മൾക്ക് എന്തുവാ? ഒരു റെഗുലർ എക്സഗൺ നമ്മൾ ഇവിടെ ഇതിനകത്ത് അന്തർലേഖനം ചെയ്യാൻ പോവാണ്ടേ? ഉണ്ടോ? എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു റെഗുലർ എക്സഗൺ. ഇതിന്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ്ടേ ഞാൻ വരയ്ക്കുക. ഇതിന്റെ വൃത്തകേന്ദ്രമാണെന്ന് വിചാരിച്ചോ? വൃത്തകേന്ദ്രമാണെന്ന് വിചാരിച്ചോ? ഓക്കെ. ഓക്കെ. കണ്ടോ? ഇതാണ് നമ്മുടെ റെഗുലർ എക്സഗൺ എന്ന് പറയുന്നത്. റെഗുലർ എക്സഗൺ എൻ്റെ എല്ലാ വശം. റെഗുലർ എക്സഗണിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും തുല്യം. ഇത് എ ആണ്, ഇത് എ ആയിരിക്കും, ഇത് എ ആയിരിക്കും. ഓക്കെ. ഇതെല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. ഇതെല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ. ഓക്കെ. ഇതെല്ലാം തുല്യമായിരിക്കും. ഇനി എന്താ പറഞ്ഞേ? വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ്. ഈ ആരം ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള ആരം. ഈ ആരം എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 6 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇതും ആരം എന്ന് പറയുന്ന ആരം എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ. ഓക്കെ. വൃത്തത്തിന്റെ ആരം 6 സെന്റിമീറ്റർ ആണെങ്കിൽ റെഗുലർ എക്സഗന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നതും 6 സെന്റിമീറ്റർ. അപ്പൊ റെഗുലർ എക്സഗന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ് എങ്കിൽ റെഗുലർ എക്സഗന്റെ ഒരു വശത്തിന്റെ നീളമായ എ എന്ന് പറയുന്നതും 6 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇതെല്ലാം 6. എല്ലാം 6 സെന്റിമീറ്റർ തന്നെ. 6 സെന്റിമീറ്റർ. ഫുൾ 6 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റെഗുലർ എക്സഗൺ ഉൾപ്പെടുന്ന പ്രദേശം എത്ര എന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്തിന്റെ വിസ്തീർണം മാത്രം മതി. നമുക്കിത് ഈ ഭാഗം ഇതൊന്നും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. ഈ റെഗുലർ എക്സഗൺ ഉൾപ്പെടുന്ന ഇത്രയും ഭാഗത്തിന്റെ വിസ്തീർണം കണ്ടുപിടിച്ചാൽ മതി. എന്ന് വെച്ചാൽ റെഗുലർ എക്സഗന്റെ വിസ്തീർണം കണ്ടുപിടിച്ചാൽ മതി. റെഗുലർ എക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ √3 a²/4. ഈ √3 a²/4 എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ എന്ത് ത്രികോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് √3 a²/4. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഒരെണ്ണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ √3 a²/4. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ടോ? 6 എണ്ണം. ഒരെണ്ണത്തിന്റെ വിസ്തീർണ്ണമാണ് √3 a²/4. അങ്ങനെ 6 എണ്ണം ഉണ്ടായിട്ടുണ്ട്. 6 × √3 a²/4. ഇതാണ് ഈ റെഗുലർ എക്സഗന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ്? ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3 a²/4. അങ്ങനെയുള്ള 6 എണ്ണം ചേർന്നതാണ്. മനസ്സിലായല്ലോ? അപ്പൊ എയുടെ വാല്യൂ എത്ര? 6 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ എന്താ? എയുടെ വാല്യൂ 6 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻ ിട്ട് കൊടുക്കുക 6 × √3 × a². a എന്ന് വെച്ചാൽ 6 സെന്റിമീറ്ററിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ × 6 സെന്റിമീറ്റർ /4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇവിടെ നിൽക്കുന്നുണ്ട് പോയിട്ട് 6 എത്ര? 36. 36നെ 4 വെച്ചിരിക്കുമ്പോൾ 36നെ 4 വെച്ച് 9 4 ഇവിടെ 36. അപ്പോൾ വേട്ട 6 36 36നെ 4 വെച്ചിരിക്കുമ്പോൾ 9 4 36 ഉണ്ട്. 9 6 54 54 √3 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ആൻസറും. 54 √3 സെന്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് എന്താ ഇവിടെ എന്താ വെച്ചാൽ 4 2 വെച്ച് 2 ഇവിടെ 3 വരും. ഈ 2 വെച്ച് വീണ്ടും ഹരിക്കുമ്പോൾ ഇവിടെ 3 വരും. 3 9 9 കിട്ടും. 9 9 6 54 54 √3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഏതാ? ഈ നിൽക്കുന്ന റെഗുലർ എക്സഗൺ ഉൾപ്പെടുന്നത് ഇത്രയും ഭാഗത്തിന്റെ വിസ്തീർണം മാത്രം മതി. വൃത്തത്തിന്റെ മൊത്തം വേണ്ട. ഒറ്റ കാര്യം ആലോചിക്കണം. ഒരു വൃത്തത്തിൽ അന്തർലേഖനം ചെയ്തിരിക്കുന്ന
റെഗുലർ എക്സഗൺ എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സഗണിന്റെ വശത്തിന്റെ നീളവും വൃത്തത്തിന്റെ ആരവും തുല്യമായിരിക്കും. വൃത്തത്തിന്റെ ആരം 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിന്റെ വശത്തിന്റെ നീളമായ എ എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇക്വേഷൻ √3a²/4 എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കാൻ അങ്ങനെ 6 എണ്ണുമ്പോൾ 6√3a²/4 കൊടുക്കുമ്പോൾ 54√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിശ്ചല ജലത്തിൽ ഒരു ബോട്ടിന്റെ വേഗത മണിക്കൂറിൽ 12 കിലോമീറ്റർ ആണ്. എ ബി എന്നീ 2 സ്ഥലങ്ങൾക്കിടയിൽ ബോട്ട് മുകളിലേക്ക് പോകാൻ 6 മണിക്കൂറും താഴേക്ക് പോകാൻ 4 മണിക്കൂറും എടുക്കുന്നു. നദിയിലെ ഒഴുക്കിന്റെ വേഗത എത്രയാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ബോട്ടിന്റെ നിശ്ചല ജലത്തിലെ വേഗത എന്ന് പറയുന്നത് 12 km/h ആണ്. എ ബി എന്നീ 2 പോയിന്റുകൾക്കിടയിൽ ഒരു ബോട്ട് മുകളിലേക്ക് പോകാൻ 6 മണിക്കൂറും താഴേക്ക് പോകാൻ 4 മണിക്കൂറും എടുക്കുന്നുവെങ്കിൽ ഒഴുക്കിന്റെ വേഗത എത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു നിശ്ചല ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളത്തിൽ ആ ബോട്ട് പോകുന്നത് 12 km/h ആണ്. ഒരു ബോട്ട് മുകളിലേക്ക് താഴേക്ക് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന വെച്ചാൽ ഒഴുക്കിന് എതിരെ സഞ്ചരിക്കാൻ അത് 6 മണിക്കൂർ എടുത്തു. താഴോട്ട് പോകുന്ന വെച്ചാൽ ഒഴുക്ക് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെ പോകാൻ ഈ ബോട്ടിന് പോകുന്നത് വെച്ചാൽ ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കാൻ അത് 4 മണിക്കൂർ എടുത്തു. എങ്കിൽ ഒഴുക്കിന്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ഈ നിശ്ചല ജലത്തിലെ വേഗതയെ നമ്മൾ എ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. നിശ്ചല ജലത്തിലെ വേഗത എ എന്ന്, അത് ഓൾറെഡി അവർ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ഇനി ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള ടൈം 1 എടുക്കാൻ. ടൈം 1 എന്ന് പറയുന്നത് എത്രയാണ്? ടൈം 1 എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ളത് ടൈം 1 എന്ന് എടുക്കാം. എന്തുകൊണ്ട് ആദ്യം പറയുന്നത് ടൈം 1 ഒന്ന് ടൈം 2 ആയിട്ട് എടുക്കാം. ഓക്കെ, ടൈം 1 എന്ന് പറഞ്ഞാൽ എത്ര? 6 മണിക്കൂറും. ഓക്കെ, ടൈം 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 മണിക്കൂർ എടുക്കാം. ടൈം 2 ഒഴുക്കിന് അനുകൂലമായി 4 മണിക്കൂർ, ഒഴുക്കിനെതിരെ 6 മണിക്കൂർ എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒഴുക്കിന്റെ വേഗത. ഒഴുക്കിന്റെ വേഗത എന്ന് വെച്ചാൽ ബി എന്ന ലെറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ട് ഒഴുക്കിന്റെ വേഗതയാണ് ബി എടുക്കേണ്ടത്. നിശ്ചല ജലത്തിലെ വേഗത നമ്മൾ എ എന്നും എടുക്കും, ഒഴുക്കിന്റെ വേഗത നമ്മൾ ബി എന്നും എടുക്കും. ഓക്കെ, ഒഴുക്കിന് അനുകൂലമായി ബോട്ട് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 4 മണിക്കൂറും ഒഴുക്കിനെതിരെ അത് 6 മണിക്കൂർ. മുകളിലോട്ടെന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ. ഇപ്പോൾ ഒരു ബോട്ട്, നമ്മളിപ്പോൾ ഇങ്ങനെ ഉദാഹരണം പറയാം, ഒരു പുഴ ഇങ്ങനെ ഒരു തിരമാലയ്ക്ക് തട്ടുമ്പോൾ ഒരു ബോട്ടിനെ ഇടിച്ച് മേളോട്ട് പോകുമ്പോൾ അതിൻ്റെ വേഗത കുറവായിരിക്കും. മനസ്സിലായോ? അതാണ് ഒഴുക്കിനെതിരെ എന്ന് പറയുന്നത്, മുകളിലോട്ടെന്ന് പറയും. ഇത് ആ പുഴ ഇങ്ങനെ ഈ തിരമാല ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അതിന് വളരെ സ്പീഡ് ആയിരിക്കും. ഇങ്ങനെ മേളോട്ട് പെരുക്കെ പോയി താഴോട്ട് സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പോൾ മുകളിലോട്ടും താഴോട്ട് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുകളിലോട്ട് ഉദ്ദേശിക്കുമ്പോൾ അതിന് വേഗത കുറവും, താഴോട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ വേഗത കൂടുതലുമായിരിക്കും. മുകളിലോട്ടെന്ന് വെച്ചാൽ ഒഴുക്കിനെതിരെയും, താഴോട്ടെന്ന് പറഞ്ഞാൽ ഒഴുക്കിന് അനുകൂലമായിട്ടും. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, പുഴ ഒഴുകുന്ന എങ്ങോട്ടാ? ഒറ്റ ചോദ്യമുള്ളൂ, പുഴ ഒഴുകുന്ന എങ്ങോട്ടാണെന്നെങ്കിലോ പലരും പല ആൻസറുകളൊക്കെ പറയാറുണ്ട്. ഞാൻ ക്ലാസ്സിലേക്ക് പറയാറുണ്ട് 43 പടിഞ്ഞാട്ട്, 41 പടിഞ്ഞാട്ട്, 3 കിഴക്കോട്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പുഴ ഒഴുകുന്ന എപ്പോഴും താഴോട്ടാണ്. മനസ്സിലായില്ല? താഴോട്ടാണ് പുഴ ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ താഴോട്ടെന്ന് പറയുമ്പോൾ ഒഴുക്കിന് അനുകൂലം, ഒഴുക്ക് പോകുന്ന ആ ഭാഗത്തോട്ടാണ്. ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടെന്നാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് ടൈം 1 ടൈം 2. അപ്പോൾ ഒഴുക്കിന് നിശ്ചല ജലത്തിലെ വേഗത 12ഉം ഒഴുക്കിന്റെ വേഗത നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ഒറ്റേ ഉള്ളൂ. ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T1, ഇവിടെ വലുതിൽ നിന്ന് ചെറുത്, വലുത് T1 ആണ്, T1 നിന്ന് T2 കുറയ്ക്കുക. ഇനി വലുത് T2 ആണ്, T2 T1 കുറയ്ക്കുക. മൈനസ് വരും. ഇവിടെ വലുത് T1 ആയതുകൊണ്ട് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 ഇൻറ്റു സ്പീഡ് എ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒഴുക്കിന്റെ നിശ്ചല ജലത്തിലെ വേഗത തന്നിട്ടുണ്ട്. ഒഴുക്കിന്റെ വേഗത ബി കാണാൻ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 ഇൻറ്റു എ എന്ന് കൊടുത്താൽ മതി. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചല ജലത്തിലെ വേഗത. അപ്പോൾ നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി ഇസിക്കൽ ടു T1 എന്ന് വെച്ചാൽ 6 മൈനസ് T2 എന്ന് വെച്ചാൽ 4 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 ഇൻറ്റു 12. ഓക്കെ ആണല്ലോ? 4 കുറച്ച് 2, 6 4 കൂടെ കൂടുമ്പോൾ 10 ഇൻറ്റു 12. ഓക്കെ ആണല്ലോ? 12 ഗുണം 2 എത്ര? 24. 24 ബൈ 10. 24നെ 10 ഉച്ചരിക്കാന്ന് വെച്ചാൽ ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ആൻസർ 2.4 കിലോമീറ്റർ ആണ്. എന്തെന്ന് പറയുന്നത്? കിലോമീറ്റർ പെർ അവർ ആണ്. അത് എന്തിന്റെ വേഗത എന്ന് പറയുന്നത്? ഒഴുക്കിന്റെ
ഒഴുക്കിൻ്റെ വേഗത എന്ന് പറഞ്ഞാൽ 2.4 km/h, നിശ്ചലജലത്തിലെ വേഗത 12 km/h. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അതിപ്പോൾ ഒഴുക്കിന് അനുകൂലമായിട്ട് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം 4 മണിക്കൂർ, ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്ന സമയം 6 മണിക്കൂറുമാണ്. ആൻസർ 2.4. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സംഖ്യയുടെ 20% 35 ആണെങ്കിൽ സംഖ്യ ഏതാണ്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 20% 35 ആയാൽ സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് കാര്യമൊന്നുമില്ല. ഒരു സംഖ്യയുടെ 20%, നമുക്ക് ഒരു സംഖ്യയുടെ 20% അറിയാം. 20% എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണെന്ന് അറിയാം. എങ്കിൽ സംഖ്യ എത്ര? സംഖ്യ എപ്പോഴും 100% ആയിരിക്കും. ഒരു സംഖ്യ, ഒറിജിനൽ സംഖ്യ എപ്പോഴും എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകെപ്പാട് നമുക്ക് അറിയാവുന്ന എത്ര? 20% നമുക്കറിയാം എത്ര? 35 ആണ്. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര? 100%. ഈ 100% എത്രയാണെന്നാണ് അവർ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 20% 35 ആയാൽ 100% എത്ര? ഇത് എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ ഗുണിച്ച് വെച്ചാൽ ഈ സംഖ്യകൾ തമ്മിൽ ക്രോസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 35 × 100. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് എന്നിട്ട് ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാണോ അതെടുത്തങ്ങ് താഴെ എഴുതുക. ഡിവൈഡഡ് ബൈ 20. അപ്പോൾ 20% 35, 100% ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ക്രോസ് ചെയ്ത് കൊടുക്കുക. ഈ കിടക്കുന്ന സംഖ്യ ഏതാണോ അതെടുത്ത് താഴെ എഴുതുക. ഇവിടെ വെട്ടാമല്ലോ. ഈ 0 വെട്ടാം. 10നെ 2 വെച്ചിരിക്കാം. 10നെ 2 വെച്ചിരിക്കുമ്പോൾ എത്ര ഇട്ടോട്? 5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? 35 × 5 5 25 5 ശിഷ്ടൻ 2 3 5 15 2 17 175. സംഖ്യ എന്ന് പറയുന്നത് 175 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് 270 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞതിന് ശേഷം 270 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ, ആദ്യം നിങ്ങൾ കിഴക്ക് വശയിലേക്ക് തിരിയും, പിന്നിട്ട് 270 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ തിരിഞ്ഞാൽ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്? അപ്പോൾ എതിർ ഘടികാര ദിശ എന്ന് വെച്ചാൽ എന്താണെന്നറിയാം? ആന്റി ക്ലോക്ക് വൈസ് ആണ്. മനസ്സിലായല്ലോ? ആന്റി ക്ലോക്ക് വൈസ്. നമ്മൾ ഇടത്തേക്ക് തിരിയുക എന്നാണ് പറയുക. ഇടത്തേക്ക് തിരിയുക എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എതിർ ഘടികാര ദിശ. വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. മനസ്സിലായല്ലോ? ഘടികാര ദിശ. ക്ലോക്കിലെ സൂചി തിരിയുന്നതാണ് ഘടികാര ദിശ. അതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്കിനെതിരെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. മനസ്സിലായല്ലോ? എതിർ ഘടികാര ദിശ. ഓക്കെ, നമുക്കൊരു ഡയറക്ഷൻ വരയ്ക്കാം. ഡയറക്ഷൻ വരച്ചു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ വേണ്ടേ, മുകളിലുള്ള ഭാഗം എപ്പോഴും വടക്കായിരിക്കും. മുകളിലുള്ള ഭാഗം വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്കായിരിക്കും. വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വടക്കിനും കിഴക്കിനും ഇടയ്ക്കുള്ള ഡിഗ്രി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. ഓക്കെ, അതേപോലെ ഒരു കിഴക്കിനും തെക്കിനും ഇടയ്ക്കുള്ള ഡിഗ്രി എന്ന് പറഞ്ഞതും 90 ഡിഗ്രിയാണ്. ഒരു തെക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്കുള്ള ഡിഗ്രി എന്ന് പറഞ്ഞതും 90 ഡിഗ്രിയാണ്. ഒരു പടിഞ്ഞാറിനും വടക്കിനും ഇടയ്ക്കുള്ള ഡിഗ്രി എന്ന് പറഞ്ഞതും 90 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വടക്കിനും കിഴക്കിനും 90, കിഴക്കിനും തെക്കിനും 90, തെക്കിനും പടിഞ്ഞാറും 90, പടിഞ്ഞാറും വടക്കിനും 90. 90 90 180, 270, 300, മൊത്തത്തിൽ 360 ഡിഗ്രി ഉണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് നോക്കാം ഇത്തരം കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ഡയറക്ഷൻസ് കൂടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ഞാൻ ചുമ്മാതെ വരച്ചിടുക. ഓക്കെ, ഇത് വടക്കിനും കിഴക്കിനും ഇടയ്ക്കുള്ള വടക്കിഴക്ക്, നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ഇത് തെക്കിനും കിഴക്കിനുള്ള തെക്കിഴക്ക്, സൗത്ത് ഈസ്റ്റ്. ഓക്കെ, ഇത് തെക്കിനും പടിഞ്ഞാറിനുള്ളത് സൗത്ത് വെസ്റ്റ്. ഇത് വടക്കിനും പടിഞ്ഞാറിനുള്ളത് നോർത്ത് വെസ്റ്റ്. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ ഇടയിലുള്ള ഡിഗ്രി എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് 90 അല്ലയോ? ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 45, ഇത് 45, 45, 45, 45. ഓക്കെ, ഇതെല്ലാം 45, 45, 45 ഇങ്ങനെ പോകും. ഓക്കെ, ഇനി എന്താ? ഒരാൾ കിഴക്ക് ദിശയിലേക്ക് നോക്കിക്കുക. നമ്മുടെ കിഴക്ക് ദിശയിലോട്ട് ഇയാൾ നോക്കിക്കുക. ഇയാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ആ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ തിരിയണം. അതിനെ ക്ലോക്ക്